എന്താന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ കുടുംബം ഒക്കെ നോക്കി നല്ല രീതിയിൽ പോകണം, നല്ല സ്വഭാവമുള്ള കൊച്ചുങ്ങൾ ഉള്ള രീതിയിൽ പോവാം. അതെ. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിൽ കാലടിൻ്റെയും പെരുമ്പാവൂരിൻ്റെ എല്ലാം അടുത്തുള്ള സ്ഥലമായ തോട്ടുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് മഹേഷിനെ കാണാനാണ്. മഹേഷിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. മഹേഷിന് 37 വയസ്സാണായത് കേട്ടോ. എന്നാൽ നമുക്കവരെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് മഹേഷിൻ്റെ വീട്. 2018 വെള്ളപ്പൊക്കത്തിൽ ഈ വീട് മൊത്തമായിട്ട് മുകളിൽ വരെ വെള്ളം കയറിയതാണ്. അപ്പോൾ അതാണ് വീടിൻ്റെ കുറച്ച് അവസ്ഥ, ഇങ്ങനെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്ന വെള്ളം കയറിയ ഒരു വിഷയം കൊണ്ടാണ് കേട്ടോ. ഇതാണ് മഹേഷ്. മഹേഷ് നമസ്കാരം. നമസ്കാരം. ഇത് മഹേഷിൻ്റെ അമ്മയാണ്. അമ്മേൻ്റെ പേരെന്താ? സതി. സതി അല്ലേ? അതാ ഇപ്പോൾ വീടിൻ്റെ ഇങ്ങനെ ഒരു ഇതാണ്. വല്ലാത്ത അവസ്ഥയാണല്ലേ അമ്മേ. ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ മൊത്തം വീട് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കല്യാണാലോചന വരുമ്പോൾ ഈ വീടും കാര്യമൊക്കെ കാണുമ്പോൾ അല്ലേ അവർക്കൊരു ഇല്ലേ മഹേഷേ? പക്ഷെ മഹേഷ് ഇപ്പോൾ താമസിക്കുന്ന ഇവിടെ അല്ല. മഹേഷ് അപ്പുറത്ത് വേറെ വീടുണ്ട് അല്ലേ? വേറെ വീടുണ്ട് അല്ലേ? അപ്പോൾ ഒരു 3 വർഷമായിട്ട് മഹേഷ് അവിടത്തേക്ക്. അവിടെ ആരുടെ? അച്ഛമ്മ അവിടെ ഒറ്റക്കാണ് അല്ലേ? അപ്പോൾ ഭാവിയിൽ നമ്മൾ അവിടത്തേക്കാണ് കല്യാണം കഴിച്ചൊക്കെ കൊണ്ടുവരും അല്ലേ? അതെ. ഈ വീട് കാര്യങ്ങളൊക്കെ ബ്രദറിനായിരിക്കും. പിന്നെ മഹേഷ് അവിടത്തേക്ക് മാറുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ആലോചന വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നോക്കൂലല്ലോ. അപ്പോൾ വേറെ വീടുണ്ട് കാര്യങ്ങളാവുന്നല്ല. അവർ പെട്ടെന്ന് ഈ വീട് കാണുമ്പോൾ എന്താ ഈ വീട് ഇങ്ങനെ പിന്നെ എന്നുള്ള രീതിയിൽ അപ്പാടങ്ങ് പോവുകയല്ലേ ചെയ്യുക. ശരിക്കും പറയാ ഇവരെല്ലാം അവസ്ഥ ആലോചിച്ച് നോക്കില്ലേ? ആ വെള്ളപ്പൊക്കത്തിൽ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കൂപ്പടി സ്കൂളിലായിരുന്നു. അവിടെ നിന്നാണ് വന്നത്. ചേട്ടൻ നെവിയിലും ന്യൂറോമില്. ഞങ്ങൾ പല സ്ഥലത്തായിരുന്നു പലരും. എന്നുവെച്ചാൽ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ മിലിറ്ററിക്കാർ ബോട്ട് വന്ന് കൊണ്ടുപോയതാ. പശുവൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതിനെ അയച്ചു വിട്ടു. എല്ലാം ഓടിപ്പോയി. ഭയങ്കര കഷ്ടപ്പാടാണ്. കുറച്ച് അമ്പലത്തിൽ ആദ്യം പോയി. അവിടെയും വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് സ്കൂളിൽ പോയി. അതിനുശേഷം പിന്നെ വെള്ളം വന്നിട്ടില്ല. പിന്നെ 2018 ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എത്രയും വന്നേയുള്ളൂ. അതെ. അവിടെ വാഴയൊക്കെ പോയി. 10,000 വാഴ ഉണ്ടായിരുന്നു. അതെ, ഈ റോഡ് സൈഡ് അതൊക്കെ പോയി. ആകെ തവിടുപൊടിയായി. പിന്നെ ഇപ്പൊ ഒന്ന് പിടിച്ച് കയറി വരണു. മഹേഷ് എന്താ ജോലി ചെയ്യുന്നത്? നമ്മൾ നിലവിൽ +2 ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞാണ്. 4-5 കൊല്ലം നമ്മൾ ഹോട്ടൽ ഫീൽഡ് ഉണ്ടായിരുന്നു. ഒരു 4-5 കൊല്ലം കാറ്ററിങ്ങും വർക്ക് ചെയ്തു. 12 കൊല്ലം കാറ്ററിങ്ങും ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ പോയി. ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഇവിടെ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരങ്ങനെ ഒരു ഫാം തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫാമിൻ്റെ പരിപാടിയാണ് അല്ലേ? പശു അല്ലേ? അവിടെ ഷെയർ ഉണ്ടോ? അവിടെ ഷെയർ ഇല്ല. അവിടെ വർക്ക് ചെയ്യാം മാനേജറായിട്ട്. എല്ലാം കാര്യങ്ങൾ ഓൾ ഇൻ ഓൾ നോക്കാന്നുള്ള രീതിയിൽ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുകയാണ് അല്ലേ? 50 പശു ഉണ്ട്. 50 പശു. പിന്നെ ഡയറി പ്രൊഡക്റ്റ് ഉണ്ട്. പാല്, തൈര്, വെണ്ണ, നെയ്യ്, എല്ലാ ഐറ്റംസും ആയിട്ട് നമ്മൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അത് ശരി. ദോശമാവുണ്ട്. അവിടെ അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ആയിട്ട് അങ്ങനെ അവിടെ വർക്ക് ചെയ്യാണ് അല്ലേ? അതെ. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമില്ല. കേരളത്തിൽ എവിടെയാണെങ്കിലും അമ്മ ഇങ്ങോട്ട് വന്ന എന്താ പറയണെങ്കിൽ ഈ മക്കളുണ്ടായത് വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലാണ് മക്കളുണ്ടായത്. ഞങ്ങളൊക്കെ അവിടെയായിരുന്നു. ഞാൻ ചേട്ടൻ ഡൽഹിയിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ കുറേ നാൾ ഇവർ സ്കൂളിലൊക്കെ പോയതാണ്. പിന്നെ അത് കഴിയുമ്പോൾ അമ്മ തന്നെയായി ഇങ്ങോട്ട് പോകുന്നു. അച്ഛൻ മരിച്ചിട്ട് എത്രയായി? ഇപ്പോൾ 4 കൊല്ലം കഴിഞ്ഞു. വോട്ട് അറ്റാക്ക് വന്നല്ലേ? ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതിന് ശേഷം അങ്ങനെയൊക്കെ വന്നതാണ്. എല്ലാം അങ്ങോട്ട് മൈൻഡ് മാറിപ്പോയി. അതെ. നശിച്ചു കഴിഞ്ഞപ്പോഴേ അതെ. അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീട് മുങ്ങിപ്പോവാന്നൊക്കെ പറയുന്നത് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാനാവില്ല. വല്ലാത്തൊരു സാഹചര്യത്തിൽ. നല്ല ജോലിയായിരുന്നു ഡൽഹിയില്. മറ്റേ മിലിറ്ററിയുടെ ഗണ്ണിന്റെ ഗോഡൌണില്. അതൊക്കെ കളഞ്ഞും കൊണ്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ കുറെ നാൾ അവിടെ ആയിരുന്നു. ഞാൻ ജനിച്ചതും കൽക്കട്ടയല്ല. അത് ശരി. നിങ്ങളുടെ ഫാമിലിയും കൽക്കട്ടയല്ലേ? എൻ്റെ ഫാമിലിയൊക്കെ കൽക്കട്ടയിൽ. അവരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചേലക്കരയാണ് സ്ഥലം മേടിച്ച്. വീട് ആങ്ങളമാരൊക്കെ അവിടെയാണ്. അവരവിടെ ലൈറ്റിൽ ജോലി ചെയ്യണു. ഒരാൾ ഇപ്പോൾ ദുബായി പോയി, മൂത്താള്. ഒരാൾ ഇവിടെ ഇലക്ട്രീഷ്യൻ. അങ്ങനെ 3 ആങ്ങളമാരുണ്ട്. 3 അമ്മാവൻ. നിങ്ങൾക്ക് 2 മക്കളല്ലേ? എനിക്ക് 2 മക്കൾ. മഹേഷും മഹേഷിൻ്റെ ഏട്ടനല്ലേ? ഏട്ടൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ്
മഹേഷിനിപ്പോൾ 37 വയസ്സാണായത്. നമുക്ക് സെയിം ഏജ് വരെ നോക്കാം അല്ലേ? സെയിം ഏജ് വരെ 37 വരെ നോക്കാം. അതിൻ്റെ മുകളിലോട്ടുള്ള ആലോചന വേണ്ട കേട്ടോ, 37 വരെ മതി. അതേപോലെ തന്നെ ഭർത്താവ് മരിച്ചതോ ഡിവോഴ്സ് ആയതോ ആയ ആലോചന നമുക്ക് പറ്റുമോ? നോക്കാം. മക്കൾ ബാധ്യതയൊന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ആലോചനയും നമുക്ക് ന്യായമായ കാരണങ്ങളൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പെട്ടെന്നത് ഭർത്താവ് മരിച്ചോ അതൊന്നും കുഴപ്പമില്ല. സ്നേഹനിധിയായിട്ടുള്ള ഇവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാവണം. മഹേഷ് എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, നാട്ടിൽ തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല രീതിയിൽ പോകുന്നതാണ്. പിന്നെ മഹേഷിന് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതയോ കാര്യങ്ങളുണ്ടോ? ഇല്ല, നിലവിലൊന്നുമില്ല. അങ്ങനെ വലിയ കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതെ, ഞങ്ങൾ നായർ കാസ്റ്റാണ്. അപ്പോൾ അതനുസരിച്ച് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യോജിച്ച് പോകാം, നമ്മളോട് യോജിച്ച് പോകാൻ പറ്റിയ കുട്ടിയാണെങ്കിൽ കുഴപ്പമില്ല. മഹേഷ് ഭായ്, നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു വധുവിനെയാണ് വേണ്ടത്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മുടെ കുടുംബം ഒക്കെ നോക്കി നല്ല രീതിയിൽ പോകണം, നല്ല സ്വഭാവമുള്ള കൊച്ചുങ്ങൾ, ആവറേജുള്ള രീതിയിൽ പോവാം. അതെ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മൾ ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ വരും. എന്തെങ്കിലും രാവിലെ എത്ര മണിക്ക്? രാവിലെ 6 മണീൻ്റെ കാര്യം കേട്ടോ പറയുന്നത്. രാവിലെ എത്ര മണിക്കാണ് പോവാ? രാവിലെ ഒരു 3:30 മുതൽ ഒരു 7 മണിയാകുമ്പോൾ കഴിയും അല്ലേ? 7 മണിയാകുമ്പോഴേക്കും കഴിയും. മാക്സിമം 6 മണിയാകുമ്പോഴേക്കും തീരും. ആ, പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇടയ്ക്ക് എന്തെങ്കിലും പോയി നോക്കേണ്ടി വന്നാൽ പോകണം, അത്ര തന്നെ. പിന്നെ വൈകിട്ട് പോകണോ? വൈകിട്ട് പോകണം. ഉച്ചയാകുമ്പോൾ ഒരു 1 മണി 2 മണി ഒക്കെ ആകുമ്പോൾ പോകണം. 2 മണിക്കൊക്കെ. എന്നിട്ട് പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും പണി തീരും. അത് ഓരോ ദിവസം ഓരോ തിരക്കായിരിക്കും, ചിലപ്പോൾ നേരത്തെ തീരും. അതെ, അങ്ങനെ. പിന്നെ നമ്മളൊരു സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മളെ ഒരു സാധാരണ രീതിയിൽ അല്ലേ, അതായത് ഡ്രസ്സിങ് ആയാലും നമ്മൾ ആ ഒരു രീതിയിലുള്ളതാണ്. പുതിയ ന്യൂ ജനറേഷൻ മോഡൽ ആ രീതിയിലുള്ളതൊന്നുമല്ല. നമ്മൾ കുടുംബം നോക്കാനും ജോലിക്ക് പോയി കുടുംബം നോക്കി അങ്ങനെ പോകുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടികളായിരിക്കണം. ഇപ്പോഴത്തെ റീൽസിലും കാര്യങ്ങളിലെല്ലാം കാണുന്ന പോലെയുള്ള ഒരു ലൈഫല്ല മഹേഷിൻ്റെതും അല്ലേ? അതെ അതെ അതെ. പിന്നെ നിങ്ങളെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. നമ്മളിപ്പോൾ മെയിനായിട്ട് പന്ത് കളി, ഫുട്ബോൾ കളിയാണ്. ആ, അത് ശരി. ഇവിടെ ഇത്രയും ട്രോഫികളൊക്കെ ഉണ്ട്. പിന്നെയോ? നമ്മൾ പന്ത് കളി. ആ, ഇത് മഹേഷ് ഫുട്ബോൾ, മൂത്രാള് ക്രിക്കറ്റാണ്. ആ, അത് ശരി. യാത്രകളൊക്കെ ഇഷ്ടമാണോ? യാത്രകളൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അത് ശരി. അതെ, നമ്മൾ ഇടയ്ക്ക് ലീവ് എടുക്കുക, പോവുക. അത് തന്നെ, ലൈഫ് എൻജോയ് ചെയ്യുക. അത് തന്നെ, തീർച്ചയായും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മഹേഷിൻ്റെ കാര്യങ്ങൾ. ഒക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലൊരു പാർട്ട്ണർ ആവട്ടെ. വേറൊന്നും പറയാനില്ലല്ലോ? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല നോക്കുന്നത്, തമിഴ്നാട് സൈഡിൽ നിന്ന്. തമിഴ്നാട് സൈഡ് കുഴപ്പമില്ല. നമ്മുടെ അച്ഛൻ്റെ അനിയത്തി തമിഴ്നാടാണ്, നല്ല അമ്പാളയാണ്, കോയമ്പത്തൂർ. അനിയത്തി മരിച്ചു. അവർ ഹസ്ബൻഡും മറ്റേ പിള്ളേരും ഉണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ നോക്കൂ അല്ലേ? അപ്പോൾ தமிழ்நாட்டில் இருக்கிற யாராவது இந்த வீடியோ பார்க்குறேன்னா கண்டிப்பாக நீங்கள் கால் பண்ணுங்கள். இதில் நம்பரெல்லாம் போடுறேன். அப்போ எதுவும் பிரச்சனை இல்லை. வீடு நீங்கள் இதில் சொன்னதெல்லாம் உங்களுக்கு கரெக்டாக புரிஞ்சிருக்குன்னு நினைக்கிறேன். அதெல்லாம் புரிஞ்சதுக்கப்புறம் இல்லை ஏதாவது கேட்கணுன்னாலும் இவரை கால் பண்ணி கேட்கலாம். அதெல்லாம் எதுவும் பிரச்சனை கிடையாது. கண்டிப்பாக நீங்கள் இந்த நம்பரில் கால் பண்ணி விசாரித்ததுக்கப்புறம் மேரேஜுக்காக முன்னாடி வரலாம். சரிங்களா? ഓക്കെ, അപ്പോൾ അത്രയല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു അത് വരട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, മഹേഷും അമ്മയും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു അത് എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ 37 വയസ്സാണ്. അത് 37 വയസ്സ് വരെ നമുക്ക് നോക്കാം. കല്യാണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് ആയതും ഭർത്താവ് മരിച്ചതൊക്കെ നമുക്ക് നോക്കാം. ആദ്യ വിവാഹമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മഹേഷ് ഇപ്പോൾ പറഞ്ഞല്ലോ വേറൊരു പിന്നെ അച്ഛമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ ഒരൊറ്റക്കായതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും, കല്യാണം കഴിഞ്ഞാലും സെറ്റിലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഒരാളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാണ്ട് ഒരു ആലോചന വരുമ്പോൾ പെട്ടെന്ന് വീടിൻ്റെ ഇങ്ങനെ മറ്റങ്ങ് തിരിച്ചു പോവുകയല്ല. നമ്മൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരാൾ ഇങ്ങനെയാണ് അയാൾ സ്വീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളത്. സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആളുകൾ മുമ്പോട്ട് വരിക എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വധു വരട്ടെ, അത്രേ പറയാനുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റേഷൻ വേണ്ടല്ലോ. അപ്പോൾ നിങ്ങളിതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കട്ടോ. ഓക്കെ.